ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിന്ന് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് എങ്ങനെ ചെയ്യാമെന്നുള്ളത് പഠിക്കാം. സൈഡിൽ ഞാൻ ഡബിൾ ക്രോഷ്യയുടെ സിമ്പലും അതുപോലെ തന്നെ ഷോർട്ട് ഫോമും പിക്ചർ റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് വെച്ചിട്ടുണ്ട്. അതെല്ലാവരും പഠിച്ചു വെക്കുക. എന്നാലുള്ളൂ നമുക്ക് വേറെ പ്രൊജക്ട്സിലൊക്കെ അത് കാണുമ്പോൾ അത് നമുക്ക് ചെയ്യാൻ കഴിയാം. ഓക്കെ, മനസ്സിലാക്കാനും ചെയ്യാനൊക്കെ പെട്ടെന്ന് കഴിയുള്ളൂ. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമ്മൾ ചെയിൻ സ്റ്റിച്ച് കൊടുക്കണം. ചെയിൻ സ്റ്റിച്ച് എല്ലാവർക്കും തറവായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പം ഞാനിതിൽ 20 ചെയിൻ സ്റ്റിച്ചാണ് കൊടുക്കുന്നത്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 എണ്ണം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഡബിൾ ക്രോഷ്യ നമ്മൾ ചെയ്യുമ്പം 20 എണ്ണം കഴിഞ്ഞിട്ട് 3 ചെയിൻ സ്റ്റിച്ച് എക്സ്ട്രാ ഇടണം. 3 ചെയിൻ സ്റ്റിച്ച് ഇട്ടതിന് ശേഷം നമ്മളിങ്ങനെ ഹാഫ് ഡബിൾ ക്രോഷ്യക്ക് നമ്മൾ പഠിച്ച പോലെ തന്നെ നൂലിനെ നമ്മുടെ നീഡിലിൽ ഒന്ന് കോർത്തെടുക്കണം. അതിനുശേഷം നമ്മുടെ 20ാമത്തെ സ്റ്റിച്ചിൽ പോയിട്ട് നമ്മളിങ്ങനെ എല്ലാത്തിലും ചെയ്യുന്ന പോലെ തന്നെ ഒരു സ്റ്റിച്ച് എടുക്കുക, അതിലൂടെ ക്രോസ് ചെയ്യുക. ഇനി ശ്രദ്ധിക്കാനുള്ളതാണ്, ആദ്യം നമ്മൾ 2 എണ്ണത്തിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുന്നുള്ളൂ. വീണ്ടും നമ്മുടെ ഇതിൽ 2 എണ്ണം വന്നു. ഇനി ഈ 2 എണ്ണത്തിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കും. ഇതാണ് ഡബിൾ ക്രോഷ്യ എന്ന് പറയുന്നത്. അതായത് 2 പ്രാവശ്യം നമ്മൾ ക്രോഷ്യ ഒരു സ്റ്റിച്ചിൽ ചെയ്യുന്നുണ്ട്. അപ്പം ഇനി അടുത്തത് എടുക്കുമ്പം ഇങ്ങനെ ഒരു പ്രാവശ്യം നമ്മളിതിൽ കോർത്തെടുക്കണം, വൈൻഡ് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ സ്റ്റിച്ചിൽ നിങ്ങളുടെ സൈഡിൽ നിന്ന് മാറി നിൽക്കുന്ന സ്റ്റിച്ചിലാണ് ഒന്നെടുക്കുക, എന്നിട്ട് ഇതിൽ കൊണ്ടുവരാം. ഇപ്പം നമ്മുടെ ഇതിൽ നീഡിൽ 3 സ്റ്റിച്ചുണ്ട്. ഈ 2 സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കൂടെ ആദ്യം എടുക്കണം. 2 സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കൂടെ ആദ്യം എടുത്തിട്ട് പിന്നെ 2 സ്റ്റിച്ച്. അപ്പോൾ ഒന്നും കൂടി ബൈൻഡ് ചെയ്യുക. സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കൂടെ ചെയിൻ സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തിട്ട് ആദ്യം 2 എണ്ണത്തിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുക, വീണ്ടും 2 എണ്ണത്തിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുക, ബൈൻഡ് ചെയ്യുക. സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുക, 2 എണ്ണത്തിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുക, വീണ്ടും 2 എണ്ണത്തിൻ്റെ ഉള്ളിൽ കൂടെ വൈൻഡ് ചെയ്യുക. കാണുന്നുണ്ടല്ലോ, ഇതാ ഇതിലൂടെ ഒന്നിലൂടെ എടുക്കുക. അതാ ആദ്യം 2 എണ്ണം, പിന്നെ 2 എണ്ണം വീണ്ടും എടുക്കുക. ബാക്കിയെല്ലാം സിംഗിൾ ക്രോഷ്യയിൽ ഹാഫ് ഡബിൾ ക്രോഷ്യയിൽ പറഞ്ഞ പോലെ തന്നെയാണ്. വ്യത്യാസം എത്രയേ ഉള്ളൂ, ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇവിടെ 3 ചെയിൻ സ്റ്റിച്ച് കൊടുത്തിട്ട് 20ൽ സ്റ്റാർട്ട് ചെയ്യണം. പിന്നെ നമ്മളിങ്ങനെ വൈൻഡ് ചെയ്തതിൽ ആദ്യം അതാ 2 എണ്ണമായിട്ട് കൊടുക്കണം. ഇത്രേ വ്യത്യാസമേ ആകെ വരുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്യാം. കണ്ടോ, 3 എണ്ണം 2 എണ്ണം 2 എണ്ണം ഇങ്ങനെ കൊടുക്കുക. 2 2 വീണ്ടും ഇതേപോലെ തന്നെ 2 2 വീണ്ടും നമ്മൾ ഇതേപോലെ കൊടുക്കുക. 2 2 ഉണ്ടോ. ഹാഫ് ഡബിൾ ക്രോഷ്യ അറിയുന്നുണ്ടെങ്കിൽ അത് നമ്മൾ 3 എണ്ണത്തിൻ്റെ ഉള്ളിലായിരുന്നു കൊടുത്തിരുന്നത്. ഇതിൽ 3 എണ്ണം വരുന്നതിൽ 2 എണ്ണം കൊടുത്തിട്ട് വീണ്ടും 2 എണ്ണം കൊടുക്കുക. അപ്പം ഒരു സ്റ്റിച്ചിൻ്റെ കണ്ടിന്യൂഷൻ പോലെ ആയിരിക്കും അടുത്ത സ്റ്റിച്ച് വരുന്നത്. അപ്പോൾ നമ്മൾ ഓരോന്നും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അടുത്തടുത്ത സ്റ്റിച്ചുകൾ ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ 20 സ്റ്റിച്ചും കംപ്ലീറ്റ് ചെയ്യാം. കണ്ടോ,
സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. സിംഗിൾ ക്രോഷ്യ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഹാഫ് ഡബിൾ ക്രോഷ്യ, അത് കഴിഞ്ഞാൽ ഡബിൾ ക്രോഷ്യ. ഇനി ഇതിൻ്റെ അടുത്ത ലെവൽ, ഇതിൻ്റെ ഏകദേശം സിമിലർ ആയിട്ടുള്ളത് തന്നെയാണ് അടുത്ത ലെവൽ വരുന്നത്, ട്രിപ്പിൾ ക്രോഷ്യ. അത് ലാസ്റ്റത്തത് നമ്മളിതുപോലെ തന്നെ രണ്ടെണ്ണത്ത് കൊടുത്തു. ഇനി നമ്മൾ ഇതാണ് നമ്മുടെ ഡബിൾ ക്രോഷ്യയുടെ പാറ്റേൺ ഉണ്ടല്ലോ, ഡബിൾ ക്രോഷ്യയുടെ പാറ്റേൺ. ഇനി ഇതിൽ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് കൊടുക്കുമ്പോൾ 3 എണ്ണം ആദ്യം കൊടുക്കുക. 3 ചെയിൻ സ്റ്റിച്ച് ആണ് തിരിച്ചിടുക. തിരിച്ചിട്ടിട്ട് നമ്മൾ ആദ്യത്തെ സ്റ്റിച്ച് തന്നെ ഇതിൻ്റെ അടിയിൽ കൂടെ ഫസ്റ്റ് ഈ സ്റ്റിച്ചിൻ്റെ അടിയിൽ 2 എണ്ണം കൂട്ടിയെടുത്തിട്ട് അത് ബാക്കിയെല്ലാം ഒരേപോലെ ഈ 2 എണ്ണം ഉണ്ടല്ലോ, കാണുന്നുണ്ടോ? 2 എണ്ണം കണ്ടോ? ഇതിൻ്റെ അടിയിൽ കൂടെയാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ഇങ്ങനെ എടുത്തിട്ട് 2 2 കണ്ടിന്യൂസ് ആയിട്ടല്ല, 2 2ആയിട്ട് ആദ്യം 2 സ്റ്റിച്ച് 2 എണ്ണത്തിൻ്റെ ഉള്ളിൽ കൂടെ കൊണ്ടുപോകണം, പിന്നെ 2 എണ്ണത്തിൻ്റെ ഉള്ളിൽ കൂടെ. അപ്പോൾ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇതേപോലെ തന്നെ ഫുള്ള് നമുക്ക് ചെയ്യാം. നേരത്തെ ഒന്നെടുത്തത് ഇങ്ങനെ വൈൻഡ് ചെയ്തിട്ട് ഇതാ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കാണുന്നില്ലേ, ഇങ്ങനെ ഇങ്ങനെ നമുക്ക് 2 2 പഠിച്ചു വരുമ്പോൾ ഈസി ആയിരിക്കും. ഫസ്റ്റ് കുറച്ചൊരു ബുദ്ധിമുട്ട് തോന്നുമെങ്കിലും പഠിച്ചു വന്നാൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നമുക്ക് വലിയ പ്രൊജക്ട്സൊക്കെ ആകുമ്പം പെട്ടെന്ന് കുറച്ച് വീതിയൊക്കെ കിട്ടുന്ന ഒരു സ്റ്റിച്ചൊക്കെ ആയതുകൊണ്ട് നമ്മളെപ്പോഴും ഇത് യൂസ് ചെയ്യും പല സ്ഥലത്തും. മറ്റേതൊക്കെ നീളം കുറവാണ്, പക്ഷേ ഇത് കുറച്ചുകൂടി നമുക്ക് നീളത്തിലൊക്കെ കിട്ടുന്നതുകൊണ്ട് കണ്ടോ 2 സ്റ്റിച്ച് തന്നെ ഇത്രയും ഹൈറ്റ് കിട്ടിയിട്ടുണ്ട്, നമുക്ക് വിഡ്ത്തൊക്കെ കിട്ടും. അപ്പോൾ നമ്മൾ ഇത് കുറച്ചും കൂടി പ്രിഫർ ചെയ്യുന്ന സ്റ്റിച്ചാണ് ഡബിൾ ക്രോഷ്യ. അപ്പോൾ ഇങ്ങനെ ഡബിൾ ക്രോഷ്യ ചെയ്യാം. ഏറ്റവും ലാസ്റ്റിൽ വരുന്നത് വരെ നമ്മൾ ഡബിൾ ക്രോഷ്യ ചെയ്യണം. എന്നിട്ട് വീണ്ടും 3 ചെയിൻ സ്റ്റിച്ച് കൊടുക്കുക, തിരിച്ച് പിടിക്കുക. തിരിച്ച് പിടിച്ചതിന് ശേഷം ബൈൻഡ് ചെയ്യുക. ഇതാ ഫസ്റ്റത്തെ ഈ ഇത് കണ്ടോ, ഫസ്റ്റത്തത് ഇതിലൂടെ ഉള്ളിൽ കൂടെ എടുത്ത് പുറത്ത് കൂടെ വരുത്തി അതാ ആദ്യം 2 എണ്ണത്തിന് കൊടുക്കുക, പിന്നെ 2 എണ്ണം കൊടുക്കുക, വീണ്ടും അടുത്തത് ഇതേപോലെ തന്നെ കൊടുക്കുക. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോവുക. ലാസ്റ്റ് എത്തുമ്പോൾ 3 എണ്ണം വെച്ചിട്ട് കൊടുക്കണം, സൈഡിൽ നിന്ന് ഓർക്കുക. നമുക്കത് കംപ്ലീറ്റ് ചെയ്തിട്ട് ബാക്കി കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഡബിൾ ക്രോഷ്യയുടെ സ്റ്റിച്ച്. അപ്പം നമുക്ക് ഇതിൽ ലാസ്റ്റ് നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് ഒന്നും കൂടി ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് കൊണ്ടുവന്നാൽ നമ്മുടെ ഡബിൾ ക്രോഷ്യ കഴിഞ്ഞു. ഇത് വെച്ചിട്ടും സ്കാർഫ്, അപ്പോൾ ഇതിന് കുറച്ചും കൂടി ഗ്യാപ്സ് വരും. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ചെയ്യുമ്പം ലൈനിങ് കൊടുക്കേണ്ടി വരും. എന്നാലും ഡ്രസ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ, കുട്ടികളുടെ ഡ്രസ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ക്യാപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കത്ര പ്രശ്നം വരുന്നില്ല. അപ്പം ഇതാണ് നമ്മുടെ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച്. അപ്പം ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത ക്രോഷ്യ സ്റ്റിച്ചുമായിട്ട് കാണാം. ബൈ.